പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ നിങ്ങളെ എവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പെന്തക്കോസ്തിക്ക് ശേഷം 5-ാമത്തെ ഞായറാഴ്ച, ഈ മാസത്തെ 28-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 179-ാമത്തെ ദിവസം, ആരാധന വർഷത്തിലെ 35-ാം ഞായറാഴ്ച. ഇന്ന് 550-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ എവൻഗെലിയോൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ മർക്കോസ് എവൻഗെലിയോസ്തായുടെ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള ഭാഗമാണ്. ഇന്നത്തെ പ്രാധാന്യം എന്നത് പെന്തക്കോസ്തിക്ക് ശേഷം 5-ാം ഞായറാഴ്ച ആണ്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാൽ സ്ത്രീയന്മാരും കൂടെ ഉണ്ടായിരുന്നവരും അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് എവർക്കും അറിയാം. അതിനുശേഷം വരുന്ന 5-ാമത്തെ ഞായറാഴ്ച എന്ന് ഞാൻ ഓർപ്പിച്ചുവല്ലോ. നാം വായിച്ച് കേട്ടതായ വേദഭാഗം വിശുദ്ധ മർക്കോസ് എവൻഗെലിയോസ്തായുടെ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വേദഭാഗമാണ്. ഇതിൽ നാം കാണുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നതായിട്ട് ആണ്. ധാരാളമുള്ളവരായിരിക്കാൻ അവരെ ഉപദേശിക്കുന്നു. ആരെങ്കിലും വലിയവൻ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണമെന്നും അവരെ ഉദ്ബോധിപ്പിക്കുന്നതായി നാം ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുന്നു. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അവരോട് പറഞ്ഞത്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അല്ല, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നാം എപ്പോഴും താഴാഴ്മയുള്ളവർ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആശ്രിതരായിരിക്കുന്നവരെ നാം എപ്പോഴും പരിരക്ഷിക്കണം. മൂന്നാമത്തത്, യേശുവിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ള വിവരം നാം മനസ്സിലാക്കേണ്ടതും ഉണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, എങ്ങനെയാണ് താഴാഴ്മയുള്ളവർ ആയിരിക്കേണ്ടത്? നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കൃപാവരങ്ങളും ദൈവഹിതം അനുസരിച്ച് ലഭിച്ചതാണ് എന്ന് മനസ്സിലാക്കി അവനിൽ ശരണപ്പെടുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അഹങ്കരിക്കാതെ ഇരിക്കുക, അഹങ്കരിക്കാതെ ജീവിക്കുക, താഴാഴ്മയുള്ളവരായിട്ട് ജീവിക്കുക. അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആശ്രിതരായിരിക്കുന്നവരെ എപ്പോഴും സംരക്ഷിക്കണമെന്നതാണ്. ഉദാഹരണം, ഒരു പൈതലിനെ യേശു കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ നാം നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുകയും മക്കളെ അവർ എന്ത് ചെയ്യാൻ, എന്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതിനായി അവരെ സഹായിക്കുകയും ചെയ്യുന്നതോടൊപ്പം ദാനധർമ്മങ്ങൾ ചെയ്ത് വിഷമത്തിൽ കഴിയുന്നവരെ സഹായിക്കുകയും വേണം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, യേശുവിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരു നാളും കൈവിടുകയില്ല. ഇത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം വചനം വായിച്ച് പഠിക്കണം. നമ്മുടെ പിതാക്കന്മാരുടെ ജീവിത രീതികൾ മനസ്സിലാക്കണം. അവർ കാണിച്ചു തന്നതായ പാതയിലൂടെ നാം സഞ്ചരിക്കണം. യേശുവിലേക്ക് നാം നോക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അത് കൃത്യമായി മനസ്സിലാക്കുകയുള്ളൂ. നാം അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ആ 66 പുസ്തകങ്ങൾ എങ്കിലും നാം വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ 1189 അധ്യായങ്ങളും 31,090 വാക്യങ്ങളുമാണുള്ളത്. അത് നമുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ 3.25 അധ്യായം ഒരു ദിവസം വായിക്കുന്നുവെങ്കിൽ 365 ദിവസങ്ങൾ കൊണ്ട് നമുക്കത് വായിച്ചു തീർക്കുവാൻ സാധിക്കും. നാം സാധാരണ ഒരു നോവൽ വായിക്കുന്നത് പോലെ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും ഒന്നും മനസ്സിലാകുകയില്ല. നാം കൃത്യമായി അതിനെ അപഗ്രഥനം ചെയ്ത് നമ്മൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിൽ നിന്നും ദൈവത്തിൻ്റെ യഥാർത്ഥ വഴി എന്താണെന്നും അവൻ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക.
വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്നാണ് 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നാം യേശുവിൽ ആശ്രയിച്ച് ബാക്കി ജീവിതം ജീവിക്കുവാൻ ഒരു തീരുമാനം നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഇന്ന് നമ്മൾ കണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, നാം എപ്പോഴും താഴായ്മയുള്ളവരായിരിക്കണം. അതായത് നാം എപ്പോഴും താഴായ്മയുള്ളവരായിരിക്കണം. രണ്ടാമത്തേത്, ആശ്രിതരായിരിക്കുന്നവരെ നാം എപ്പോഴും പരിരക്ഷിക്കണം. ആശ്രിതരായിരിക്കുന്നവരെ നാം എപ്പോഴും പരിരക്ഷിക്കണം. മൂന്നാമത്തേത്, യേശുവിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരു നാളും കൈവിടുകയില്ല എന്നതാണ്. അതായത് യേശുവിനെ ആശ്രയിച്ചവരെ ഇന്നുവരെ അവൻ കൈവിടുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നതായ ആ ചരിത്രം വായിച്ച് മനസ്സിലാക്കണം. അതുകൂടാതെ അവർ പറഞ്ഞിട്ടുള്ളതായ പാരമ്പര്യങ്ങൾ, നമ്മുടെ പിതാക്കന്മാർ നമ്മെ പറഞ്ഞു കേൾപ്പിക്കുന്നതായ പാരമ്പര്യം ശരിയായ രീതിയിൽ ശ്രവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നാം ജീവിക്കേണ്ടതെന്ന്. അങ്ങനെ ദൈവം കാണിച്ചു തന്നതായ ആ പാതയിലൂടെ നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.